ജീസസ് ദ ഡിവൈൻ ഹില്ലർ എന്ന പ്രോഗ്രാമിലേക്ക് ഷാലോം ടെലിവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സതുദ്ദേശത്തോടെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും നല്ല ഫലപ്രാപ്തി ഉണ്ടായി എന്ന് വരില്ല. ഫലപ്രാപ്തിക്ക് പകരം ദൂഷ്യഫലങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ചിന്ത? ഇത് പല ജീവിത രംഗങ്ങളിലും നാം കാണുന്ന ഒന്നാണ്. നാം നല്ലത് വരണം എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്നു, അതിന് എതിരായി അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുകയാണ്. പലപ്പോഴും ചികിത്സാ രംഗത്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായി വരുന്നത്. പലരും നല്ലത് വരണം എന്ന ഉദ്ദേശത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിനെതിരായി ഫലപ്രാപ്തി, അതിനെതിരായിട്ടുള്ള ദൂഷ്യഫലങ്ങളുണ്ടാകുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ഉദാസീനതകൾ മൂലം, നെഗ്ലിജൻസ് മൂലം, ശ്രദ്ധക്കുറവ് മൂലം നാം പലതും കൃത്യമായി ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്യാതെ വരുമ്പോൾ അവിടെയും ദൂഷ്യഫലങ്ങളുണ്ടാകുന്നു, വിപരീത ഫലങ്ങളുണ്ടാകുന്നു. ഇതിനൊക്കെ പ്രധാനമായിട്ട് പറയുന്നത് ചെയ്യുന്ന കാര്യത്തിലുള്ള നമ്മുടെ ശ്രദ്ധ ദാരിദ്ര്യം, അറിവ് കുറവ്, പാണ്ഡിത്യക്കുറവ്, പിന്നെ ഉദാസീനത, ഇതൊക്കെ ഇതിന് കാരണമാവാം. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു രംഗമാണ് ഒരുപക്ഷേ ചികിത്സാരംഗം. മറ്റേത് തലങ്ങളിലെയും പോലെ നല്ല ഒരു ചികിത്സകന് നല്ല ഉദ്ദേശത്തോടെ ഒരു രോഗിയെ ചികിത്സിക്കുന്നു, ഫലപ്രാപ്തി ഉണ്ടാകുന്നതിന് പകരം അതിന് വിപരീതമായി പലതും സംഭവിക്കുകയാണ്. മറ്റു പലർക്ക് അശ്രദ്ധ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അതായത് ചെയ്യേണ്ട രീതിയിൽ ശ്രദ്ധക്കുറവ് ചെയ്യാത്തത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും സമയം ഒരു പ്രശ്നം, ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള പൂർണ്ണമായ അറിവിൻ്റെ കുറവൊരു പ്രശ്നം, സമയക്കുറവ്, കൂടാതെയുള്ള മറ്റ് സാങ്കേതികമായ കാര്യങ്ങളുടെ പോരായ്മകളൊക്കെ കാരണം നാം ചെയ്യുന്ന പ്രവൃത്തി വിപരീത ഫലമുണ്ടാക്കുന്ന ഒരു രംഗമാണ് പലപ്പോഴും. കോംപ്ലിക്കേഷൻസ്, സങ്കീർണതകൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു രംഗമാണ് ചികിത്സാരംഗം എന്ന് നാം ഓർക്കണം. പ്രത്യേകിച്ച് ശസ്ത്രക്രിയാ വിദഗ്ധർക്കെല്ലാം അവർ നല്ല ഉദ്ദേശത്തോടെയൊക്കെ ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ടെങ്കിലും പല പിഴവുകളും സംഭവിക്കാറുണ്ട്. ജർമ്മനിയിൽ 60കളിൽ നടന്ന താലിഡോമിഡ് ദുരന്തം ഇന്നും മനുഷ്യ മനസ്സുകളിൽ നിന്ന് മറന്നു പോയിട്ടില്ല, അപ്രത്യക്ഷമായി പോയിട്ടില്ല എന്ന് നാം ഓർക്കണം. താലിഡോമിഡ് എന്ന പ്രസിദ്ധമായ പെയിൻ കില്ലർ, വേദന സംഹാരി, അന്ന് ജർമ്മനിയിലെ ഒരു കമ്പനി ഉണ്ടാക്കി അന്നവിടെ വിൽപ്പനയ്ക്ക് വച്ചിരുന്നു. പ്രത്യേകിച്ച് ഗർഭിണികളിൽ ഈ വേദന സംഹാരി ഓരോ തരത്തിലുള്ള വേദനകൾ കുറയ്ക്കുന്നതിന് ഉപകരിക്കുമെന്ന് പരസ്യം കൊടുത്തതിൻ്റെ പേരിൽ വളരെയധികം ഗർഭിണികൾ ഈ ഔഷധം വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും അവരൊക്കെ അവരുടെ ഗർഭസ്ഥ ശിശുവിൽ നാനാതരത്തിലുള്ള വൈകല്യങ്ങൾ ഈ മരുന്ന് മുഖാന്തരം ഉണ്ടാകുകയും അവരെല്ലാം ഓരോ തരത്തിൽ വികൃതമായ വൈകല്യത്തോടു കൂടിയ കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തു. പകുതി കൈ, പകുതി കാല്, ഇങ്ങനെയുള്ള ശാരീരികമായ വൈകല്യങ്ങളോട് കൂടി കുട്ടികൾ അവർ പ്രസവിച്ചു. ഈ കമ്പനി പിന്നീട് അടച്ചു പൂട്ടേണ്ടി വന്നു. വളരെയധികം ഭാരിച്ച ഒരു കോമ്പൻസേഷൻ തുക ഈ കമ്പനി ഈ ഗർഭിണികൾക്ക് കൊടുക്കേണ്ടി വന്നു. ഈ ഈ വൈകല്യത്തോടു കൂടി ജനിച്ച കുട്ടികൾക്ക് കൊടുക്കേണ്ടി വന്നു. ഇത് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർമാർക്കും കൊടുക്കേണ്ടി വന്നു ഒരു ഭാരിച്ച തുക. കൃത്യമായി പാർശ്വഫലങ്ങൾ പഠിക്കാതെ പരസ്യത്തിൻ്റെ പേരിൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് അതിൽ നിന്നുണ്ടായ പിഴവ് മൂലമുണ്ടായ പ്രശ്നങ്ങൾ. ഇതുപോലെ തന്നെ ഏറ്റവും സങ്കീർണമായി നിൽക്കുന്ന ഒരു രംഗമാണ് ശസ്ത്രക്രിയാ രംഗം. ശസ്ത്രക്രിയ പലപ്പോഴും തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തോടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു വീക്കം ഛേദിച്ച് കളയേണ്ടത് ഛേദിച്ച് കളഞ്ഞ് മറ്റു ചിലതിനെയൊക്കെ തുന്നിക്കെട്ടി പിടിപ്പിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അനായാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി ശസ്ത്രക്രിയാ വിദഗ്ധർ ഒരുമ്പെടാറുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ.
പക്ഷേ അറിയാതെ പലപ്പോഴും അവർക്ക് പിഴവുകൾ വരാറുണ്ട്. അവരുടെ കത്തിയുടെ ഒരു അഗ്രം ഏതെങ്കിലും മറ്റവയവത്തിൽ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുന്നു. പലപ്പോഴും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ധമനികളിൽ അവരുടെ കത്തി കൊണ്ട് അവിടെ മുറിവുണ്ടായി രക്തസ്രാവം ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ തരത്തിലുള്ള രോഗങ്ങൾ അപ്രതീക്ഷിതമായി അപൂർവമായി ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതിനു വേണ്ടി വീണ്ടും ഒരു ശസ്ത്രക്രിയയ്ക്ക് ആ രോഗി വിധേയമാകുന്നു. അങ്ങനെ വീണ്ടും ഒരു ശസ്ത്രക്രിയയ്ക്ക് ആ രോഗി വിധേയമാകുമ്പോൾ അതിൻ്റെ ഭാരിച്ച ആശുപത്രി ചെലവ് ആര് കൊടുക്കും? രോഗി കൊടുക്കുമോ? ഡോക്ടർ കൊടുക്കുമോ? ആശുപത്രി കൊടുക്കുമോ? പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കുന്നത് രോഗി തന്നെയാണ്. പലപ്പോഴും ഈ സാഹചര്യങ്ങളിലാണ് കേസുമൊക്കെയായി രോഗികൾ മറ്റ് കോടതിയിലൊക്കെ പോകുന്നതെന്ന് ഓർക്കണം. അലോപ്പതി അല്ലാത്ത മറ്റ് പല വൈദ്യശാസ്ത്ര ശാഖകളിൽ പ്രത്യേകിച്ച് ആസ്മയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള മരുന്നുകൾ പരസ്യത്തിലൂടെ അവർ വിറ്റഴിക്കുന്നുണ്ട്. ഇത്തരം മരുന്നുകൾ കഴിച്ചിട്ട് വൃക്കപരാജയം കിഡ്നി ഫെയിലറുമായി നിരന്തരമായി ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുമുണ്ടെന്ന് ഓർക്കണം. ഇതൊക്കെ വാസ്തവത്തിൽ ചികിത്സാധർമ്മത്തിൽ വരുന്ന പിഴവുകളാണ്. തീർച്ചയായിട്ടും ഒരുവനെ ചികിത്സിക്കുമ്പോൾ 100% ഫലപ്രാപ്തി കിട്ടണമെന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല. മനുഷ്യ സഹജമായ ഓരോ തരത്തിലുള്ള പിഴവുകളും സംഭവിക്കും. ഒരു മരുന്നും 100% ഫലപ്രാപ്തി തരുന്ന ഒന്നല്ലെന്ന് ഓർക്കണം. ഒരു ശസ്ത്രക്രിയ കൊണ്ട് 100% ഫലപ്രാപ്തി ഉണ്ടായെന്ന് വരില്ല. മനുഷ്യ സഹജമായ ഓരോ പോരായ്മകളും പാളിച്ചകളും ഇവിടെയും സംഭവിക്കാം. അതെല്ലാം അനുവദനീയവുമാണെന്ന് ഓർക്കണം. പക്ഷേ നാം മറ്റു പല ഉദ്ദേശങ്ങളോട് കൂടി ചെയ്യുന്ന ചികിത്സകൾ ഓരോ തരത്തിൽ രോഗികൾക്ക് ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ ആവശ്യമില്ലാത്ത പല ചികിത്സകളും സംവിധാനം ചെയ്ത് അവിടെ ഉണ്ടാകുന്ന പിഴവുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് രോഗികളോട് പറയാതെ ഇരിക്കുക. ഇന്നതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്, അതനുസരിച്ചുള്ള മറ്റ് പാച്ചിങ് വർക്കുകളൊക്കെ ചെയ്തു, ഇപ്പോൾ എല്ലാം കൃത്യമായിട്ട് പോകും. ഇതേപ്പറ്റിയൊക്കെ ഒരു സുതാര്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് ആ രോഗിയും ഡോക്ടറുമായുള്ള നല്ലൊരു റാപ്പോയി മുന്നോട്ട് പോകുക. ഇതൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ കുറയുകയാണ്. അപ്പോൾ ചികിത്സയിലെ പിഴവ് ഇന്ന് തീർച്ചയായിട്ടും പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെ. പലപ്പോഴും ഓരോ ചികിത്സയ്ക്കൊക്കെയായിട്ട് ആശുപത്രിയിൽ പോകുന്നവർ ആജീവനാന്ത കാലം മറ്റ് രോഗങ്ങൾ അത് മുഖാന്തരം ഉണ്ടായി കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതെ, ഉദാഹരണത്തിന് ഒരു സ്ഥലത്തിൽ കാണുന്ന ഒരു ലംബ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഒരു സ്ഥലത്തു നിന്ന് പറഞ്ഞു, അതൊരു ശസ്ത്രക്രിയ വിദഗ്ധൻ്റെ അടുത്ത് ചെന്നു, അത് സമയക്കുറവ് മുഖാന്തരം ആ ലംബ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുവാൻ വൈമുഖ്യം കാണിച്ചു, അല്ലെങ്കിൽ അത് പിന്നീട് മാറ്റിവെച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ ആ ലംബ് ഒരു ക്യാൻസറായിട്ട് മാറുന്നു. ഇവിടെ ആരെ പഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഡോക്ടറുടെ സമയക്കുറവ്, ശ്രദ്ധക്കുറവ്, ഡോക്ടർക്കുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള താല്പര്യങ്ങൾ, ധനമോഹം, അത് ആ തരത്തിലുള്ള മിതമായി പണം ശേഖരിക്കുവാൻ വേണ്ടി ഓരോ തരത്തിൽ പുതിയ ആവശ്യമില്ലാത്ത ഒരുപക്ഷെ ചികിത്സകൾ സംവിധാനം ചെയ്യുമ്പോഴുണ്ടാകുന്ന പാളിച്ചകൾ, ഇങ്ങനെ 100 തരത്തിൽ നാം ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഇവിടെയൊക്കെ അടിയുറച്ച ഒരു ചികിത്സാധർമ്മം, ഒരു ധാർമ്മികമായ ചികിത്സാധർമ്മം വെച്ച് പുലർത്തി കൃത്യമായ ഒരു ചികിത്സ സംവിധാനം ചെയ്യുവാൻ ഏവരും ഉദ്യമിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഈ പിഴവിൻ്റെ ശതമാനം കുറയുക തന്നെ ചെയ്യും. എത്രയാണ്ടും മാനുഷികമായ ഓരോ ദൗർബല്യങ്ങളോടുകൂടി ഓരോന്നുമൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കാമെങ്കിലും തീർച്ചയായിട്ടും അങ്ങേയറ്റം ശ്രദ്ധയോടെ ആ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള പൂർണ്ണമായ അറിവോടെ, പാണ്ഡിത്യത്തോടെ, തങ്ങൾക്ക് ചെയ്യുവാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ അതിന് കഴിവുള്ള മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുത്ത് ചെയ്യുന്നതിലൂടെയൊക്കെ ഇത്തരം പിഴവുകൾ നല്ലൊരു ശതമാനം വരെ കുറച്ച് രോഗിക്ക് ആശ്വാസം നൽകുവാൻ സാധിക്കും. ഇടത്തരം വീടുകൾ കോൺട്രാക്റ്റ് എടുത്ത് പണിത് കൊടുക്കുന്ന ജോണി എന്ന ചെറുപ്പക്കാരൻ, ഏതാണ്ട് 35 വയസ്സ് പ്രായം, ഇടപ്പള്ളിയിലാണ് താമസം. വളരെ ഊർജ്ജസ്വലനായ അധ്വാനശീലമുള്ള ഒരു ചെറുപ്പക്കാരൻ. രാപകലില്ലാതെ ജോലി ചെയ്യുന്നു. മഴ, വെയിൽ ഇതൊന്നും വകവയ്ക്കാതെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി.
ഒരു ദിവസം നല്ല ദിവസം മുഴുവൻ മഴയത്ത് ജോലി ചെയ്ത് പിറ്റേ ദിവസം അദ്ദേഹത്തിന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സാധിച്ചില്ല. അത്രമാത്രം ക്ഷീണം, ശരീരവേദന, സർവോപരി ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, ശ്വാസം എടുക്കുമ്പോൾ ഉടനെ വേദന, പെട്ടെന്ന് നെഞ്ചുവേദന കുറയാൻ വേണ്ടി ഏറ്റിരിക്കുന്നു, വേദന കുറയാൻ വേണ്ടി അല്പമൊന്ന് കിടക്കാമെന്ന് വെച്ചാൽ വേദന കൂടുന്നു. അങ്ങനെ നെഞ്ചുവേദന കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ലൂർദ് ആശുപത്രിയിൽ എന്നെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളെല്ലാം ചോദിച്ചു. ചെറുപ്പക്കാരനായ വ്യക്തി, അധ്വാനശീലൻ, ഊർജ്ജസ്വലനായി ജോലി ചെയ്യുന്നൊരു വ്യക്തി, അധികം ആപത്ഘടകങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരുവൻ, മഴയത്ത് ജോലി ചെയ്ത് പിറ്റേ ദിവസം നെഞ്ചുവേദന. ഏതാണ്ട് എനിക്ക് തന്നെ തോന്നി ഇതൊക്കെ ആകാമെന്ന്. ഞാൻ ECG എടുത്ത് ECGയിൽ വ്യതിയാനങ്ങൾ കണ്ടു. എക്സ്റേ എടുത്ത് നോക്കി. എക്സ്റേയിൽ ഹൃദയത്തിൻ്റെ ഷാഡോ അല്പം വലുതായിട്ടുണ്ട്. എക്കോ കാർഡിയോഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു ആവരണമുണ്ട്, ഹൃദയത്തിൻ്റെ ചുറ്റുമുള്ള ശക്തമായ ഒരു ആവരണം. അതിന് പെരിക്കാർഡിയൽ സാക്ക് എന്ന് ഞങ്ങൾ വൈദ്യഭാഷയിൽ പറയാറുണ്ട്. ഹൃദയത്തെ സൂക്ഷിക്കുക എന്നതാണ്. ഒരു പരിധിവരെ മറ്റ് ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഹൃദയത്തെ സൂക്ഷിക്കുന്ന ഒരു പെരിക്കാർഡിയൽ സാക്ക്, അതൊരു ദശ കൊണ്ടുള്ള ഒരു ആവരണമാണ്. ആ ആവരണത്തിനും ആ പെരിക്കാർഡിയൽ സാക്കിനും ഹൃദയഭിത്തിക്കും ഇടയിലായി ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒരു ദ്രാവകവുമുണ്ട്, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഏതാണ്ട് 50 ml ഫ്ലൂയിഡാണ് സാധാരണ രീതിയിലുള്ളത്. അതായത് വഴുവഴുപ്പുള്ള ഈ ദ്രാവകം ഹൃദയം അതിശക്തിയോടെ സങ്കോചിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടായി ഹൃദയപേശികൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന പ്രകൃതിയുടെ ഒരു പ്രത്യേകതരം സംരക്ഷണമാണെന്ന് പറയാം ഈ വഴുവഴുപ്പുള്ള ദ്രാവകം. ഇതിന് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു. ഈ പെരിക്കാർഡിയം ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആകും. അതായത് അണുബാധ കൊണ്ട് വീക്കമുണ്ടാകുമ്പോൾ പെരിക്കാർഡൈറ്റിസ് എന്ന് പറയും. അതായത് ആ പെരിക്കാർഡിയം എന്ന ഒരു ദശ കൊണ്ടുള്ള ആവരണത്തിനുണ്ടാകുന്ന വീക്കത്തെ പെരിക്കാർഡൈറ്റിസ് എന്ന് പറയും. ഇത് പലപ്പോഴും ശക്തമായ വേദനയ്ക്ക് കാരണമാകുന്നു. പലപ്പോഴും ചിലർ ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ അറിയാതെ ചിന്തിച്ചു പോകാറുണ്ട്. ഇതിന് ചില സ്പഷ്ടമായ ECG പരിവർത്തനങ്ങളുണ്ട്. എക്കോ ചെയ്ത് നോക്കുമ്പോൾ ഈ പെരിക്കാർഡിയത്തിനും പെരിക്കാർഡിയൽ സാക്കിനും ഹൃദയഭിത്തിക്കും ഇടയിൽ ദ്രാവകത്തിൻ്റെ അംശം കൂടുതലായി കാണാം. അതായത് 50 ml എന്നുള്ളത് ചിലപ്പോൾ 100 അല്ലെങ്കിൽ 150 ചിലപ്പോൾ കൂടും. ഓരോ തരത്തിലുള്ള രോഗങ്ങൾ അനുസരിച്ച് ഇതിനുള്ളിലെ പെരിക്കാർഡിയൽ ദ്രാവകം കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ആ പെരിക്കാർഡിയൽ സാക്കിനുണ്ടാകുന്ന രോഗത്തിൻ്റെ വീക്കത്തിൻ്റെ പരിണിത ഫലമായിട്ട് ആ പെരിക്കാർഡിയൽ ദ്രാവകം ഫ്ലൂയിഡ് കൂടുന്നു. ഇതുകൊണ്ട് ഇതിൻ്റെ അളവ് ഒരു പരിധിക്ക് അതീതമായിട്ട് കൂടുകയാണ്. പ്രത്യേകിച്ച് യുറേമിയ, കിഡ്നി ഡിസീസ്, ഡയാലിസിസ് ഒക്കെ വേണ്ട രോഗികളിലാണെങ്കിൽ ചിലപ്പോൾ 1500 വരെ cc ഈ പെരിക്കാർഡിയൽ സാക്കിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പലർക്കും അത് അത്ഭുതപ്പെട്ട് തോന്നിപ്പോകും. അത്രമാത്രം ഹൃദയത്തിൻ്റെ ഷാഡോ വലുതായിട്ട് തോന്നുന്നു. അതൊക്കെ ഞങ്ങൾ കുത്തിയെടുത്ത് കളയാറുണ്ട്. അപ്പോഴേ ഹൃദയത്തിന് സാവകാശം വികസിക്കുവാനും സങ്കോചിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധാരണ നിലയിൽ ഹൃദയ ഭിത്തിക്കും പെരിക്കാർഡിയൽ സാക്കിനും ഇടയ്ക്ക് ആ സാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു നാളി, അതിനിടയ്ക്കായിട്ടുണ്ടാകുന്ന ആ ദ്രാവകം പലതരത്തിലുള്ള പെരിക്കാർഡിയം എന്ന് പറയുന്ന ആ നാളിയുടെ വീക്കം കൊണ്ട് ആ ഫ്ലൂയിഡ് ദ്രാവകം കൂടുന്നു. അത് ഒരു പരിധിവരെ എന്ത് രോഗമാണ് അതിലേക്ക് നയിച്ചത് എന്നതനുസൃതമായി അതിൻ്റെ അളവ് കൂടുന്നു. സാധാരണ രീതിയിൽ വൈറൽ രോഗങ്ങൾ കൊണ്ടുണ്ടാകാം, വൈറൽ പെരിക്കാർഡൈറ്റിസ് എന്ന് ഞങ്ങൾ പറയും. ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, ബാക്ടീരിയൽ പെരിക്കാർഡൈറ്റിസ്. അതുപോലെ മറ്റ് ട്യൂബർക്കുലസ്, TB കൊണ്ട് പെരിക്കാർഡൈറ്റിസ് ഉണ്ടാകാം. അപ്പോൾ ആ ഫ്ലൂയിഡ് വളരെയധികം കൂടുതലാകാം. അത് ഞങ്ങൾ കുത്തിയെടുത്ത് കളയാറുണ്ട്. ക്യാൻസർ രോഗം കൊണ്ടുവരാം. അപ്പോൾ ആ ഫ്ലൂയിഡിനകത്ത് പലപ്പോഴും രക്തത്തിൻ്റെ അംശവും കാണും. ഹെമറാജിക് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അതുപോലെ യുറേമിയ കൊണ്ട് ഹെമറാജിക് അല്ലാത്ത ക്ലിയറായിട്ടുള്ള ഫ്ലൂയിഡ്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഹൃദയത്തിന് കൃത്യമായി വികസിക്കുവാനും സങ്കോചിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനായിട്ട് ഈ ഫ്ലൂയിഡ്, ഈ ദ്രാവകം കുത്തിയെടുത്ത് കളയേണ്ടി വരും. എന്നാൽ പല സാഹചര്യങ്ങളിലും ഈ ഫ്ലൂയിഡിൻ്റെ അളവ്, ഈ ദ്രാവകത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ, നമ്മൾ എക്കോ ചെയ്യുമ്പോൾ അറിയാം ഏതാണ്ടൊക്കെ മയോകാർഡിയവും ഹൃദയഭിത്തിയും ആ പെരിക്കാർഡിയൽ സാക്കുമായിട്ടുള്ള അകലമൊക്കെ ഏതാണ്ട് 1 സെൻറ്റിമീറ്റർ കുറവൊക്കെ ആണെങ്കിൽ സാധാരണ അതിനെ നമ്മൾ വെറുതെ വിടുകയാണ് പതിവ്. ഒന്നും ചെയ്യണ്ട, അത് നമ്മുടെ സമയത്തിന് വിട്ടുകൊടുക്കുക. ചെറിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി വീക്കം കുറയ്ക്കുന്ന മരുന്നുകളും
മറ്റും ബെഡ് റെസ്റ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ അത് കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്ന ഈ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഓരോ പെരിക്കാർഡിയൽ സാക്കിന് ഉണ്ടാകുന്ന ആ നാളിക്കുണ്ടാകുന്ന രോഗത്തിൻ്റെ ഫലമായി കൂടുന്ന പെരിക്കാർഡിയൽ എഫ്യൂഷൻ ആവശ്യമാണെങ്കിൽ മാത്രം നാം അത് ടാപ്പ് ചെയ്ത് കളയുക, അനാവശ്യമാണെങ്കിൽ അത് കളയണ്ട. ഈ ജോണിക്ക് ഏതാണ്ട് 1 സെൻറ്റിമീറ്ററോളമൊക്കെ ഉണ്ട്. അധികം കൂടുതലില്ല. ഹൃദയവികാസ പ്രക്രിയയ്ക്ക് പ്രവർത്തനങ്ങൾ വന്നിട്ടില്ല. അതിൻ്റെ ഫലമായി ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പുറത്തുള്ള ആ ആവരണത്തിന് നാളിക്ക് പെരിക്കാർഡിയം എന്ന് പറയുന്നതിന് രോഗം ബാധിച്ചു. അതുകൊണ്ടാണ് കർശനമായ കലശലായിട്ടുള്ള വേദന അനുഭവിച്ചിരിക്കുന്നത്. അവിടെ അല്പം ഫ്ലൂയിഡ് ഉണ്ട്, അത് കുത്തിക്കളയേണ്ട ആവശ്യമില്ല. പക്ഷേ അത്യാവശ്യമായിട്ടൊന്ന് ചെയ്യണം, എനിക്ക് മരുന്നുകൾ തരണം, ബെഡ് റെസ്റ്റോട് കൂടി നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണമെന്ന് ഞാൻ ജോണിയോടും ഭാര്യയോടും പറഞ്ഞു. തീർച്ചയായിട്ടും വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ജോണിയും ഭാര്യയും പോയി. ഞാൻ കാത്തിരുന്നു. പിറ്റേ ദിവസം പോലും അവർ വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും അവർ മറ്റെവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോയിരിക്കും. ഷോപ്പിംഗ് എന്ന് ഞങ്ങൾ ഡോക്ടർമാർ സാധാരണ തമാശ രൂപേണയൊക്കെ പറയുന്നത്, രോഗികൾ ഒരു ഡോക്ടറിൽ നിന്നും ഒരു രോഗവുമായിട്ട് വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി അവിടെ നിന്നും അവരെയും വിശ്വസിക്കാതെ അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് പോയി, അങ്ങനെ പല ഡോക്ടർമാരുടെ അടുത്ത് ഇങ്ങനെ കയറി നടക്കുന്നതിനാണ് ഞങ്ങൾ ഈ ഷോപ്പിംഗ് എന്ന ആ ഒരു ഓമനപ്പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില രോഗികൾ എത്രയൊക്കെ ഡോക്ടർമാർ പറഞ്ഞാലും സംതൃപ്തരാകില്ല എന്ന് ഓർക്കണം. എത്രയൊക്കെ വിവരിച്ച് കാര്യങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റിയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റിയും ഒക്കെ വിവരിച്ച് കൊടുത്താലും അവർക്ക് തൃപ്തി വരില്ല. അവർ അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അങ്ങനെ ഓരോ ഡോക്ടർമാരുടെ അടുത്ത് പോയി അവരുടെ രോഗങ്ങൾ വഷളാകുന്നതല്ലാതെ ഒരു പ്രയോജനവും കിട്ടുകയില്ലെന്ന് ഓർക്കണം. നമ്മൾ ഒരു തരത്തിൽ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ വിശ്വാസമൊക്കെ ഒരാളിൽ അർപ്പിച്ചിരിക്കണം. നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റുകയില്ലെന്ന് ഓർക്കണം. അങ്ങനെ ആ രോഗി വന്നില്ല. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഞാൻ എൻ്റെ ക്യാബിനിലിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരനും ഓടിക്കിതച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് ഭാര്യ വന്നിരിക്കുകയാണ്. എൻ്റെ മുറിയിൽ കൊട്ടി കയറി ഞാൻ ഇരിക്കാൻ പറഞ്ഞു. എന്താണ് പറ്റിയത്? ഡോക്ടറെ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ അന്ന് വരാനിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നിർബന്ധപ്രകാരം മറ്റൊരു ആശുപത്രിയിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്തു. അവരുടെ നിർബന്ധപ്രകാരം അഡ്മിറ്റ് ചെയ്തു. അവർ ഈ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് കളയണമെന്ന് അവർ നിർബന്ധിച്ചു. അങ്ങനെ ആ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് കുത്തിയെടുക്കുവാനായി അവർ ശ്രമിക്കവേ അതിൻ്റെ, ഞാൻ പറഞ്ഞ പോലെ ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞതായതുകൊണ്ട് അത് എത്രയും വളരെയധികം ഹൃദയഭിത്തിയുമായിട്ട് അടുത്തിരിക്കുന്നതുകൊണ്ട് ആ കുത്തിയ സൂചി നേരെ കയറിയത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ്. വലത്തെ കീഴറയുടെ ഉള്ളിലേക്ക് കുത്തി കയറുകയും അവിടെ ഒരു റപ്ചർ ഉണ്ടാകുകയും ചെയ്തു. പെട്ടെന്ന് കൊളാപ്സ് ചെയ്ത രോഗി പെട്ടെന്ന് ജീവൻ രക്ഷിക്കുവാനായി അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയും ചെയ്യേണ്ടി വന്നു. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോൾ ജോണി വെൻറ്റിലേറ്ററോട് ഘടിപ്പിക്കപ്പെട്ട് വെൻറ്റിലേറ്ററുമായി, അതായത് റെസ്പിറേറ്റർ എന്ന് പറയുന്ന കൃത്രിമ ശ്വാസോച്ഛ്വാസ യന്ത്രവുമായി ഘടിപ്പിച്ച് അദ്ദേഹം ഇപ്പോൾ അങ്ങനെയാണ്, ആ സ്ഥിതിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന ഡോക്ടർ തീർച്ചയായിട്ടും ആശുപത്രിയിൽ വിളിച്ച് അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് വിശദമായിട്ട് ഞങ്ങളോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഞാൻ അവിടെയുള്ള ഡോക്ടറെ വിളിച്ചു. എൻ്റെ സുഹൃത്താണ്, എൻ്റെ പരിചയമുള്ള ആശുപത്രിയിൽ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വിളിച്ചു, ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ പെരിക്കാർഡിയൽ സിന്തേസിസ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് കുത്തിയെടുക്കുവാൻ വേണ്ടിയൊക്കെ ശ്രമിച്ച വഴി അത് ആ സൂചി തീർച്ചയായിട്ടും നാം ഉദ്ദേശിക്കുന്നതിൽ കൂടുതലായിട്ട് ഹൃദയത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ റപ്ചർ ഉണ്ടാകുകയും അതിന് ഫലമായിട്ടൊരു കോംപ്ലിക്കേഷനായിട്ട് സർജറി ചെയ്യേണ്ടി വന്നു. ഞാൻ വിവരമെല്ലാം ആ രോഗിയോട് ജോണിയുടെ ഭാര്യയോട് പറഞ്ഞു എത്രയായാലും ഇതൊക്കെ സംഭവിച്ചു. ഇനി നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ആശ്വാസം കിട്ടും, വെൻറ്റിലേറ്ററിൽ നിന്ന് രോഗിയെ മാറ്റും, അത് കൃത്യമായി ഒക്കെ ഇരിക്കും എന്ന് വളരെ ഞാൻ ഓരോ വിധത്തിലുള്ള പ്രതീക്ഷകൾ കൊടുത്ത് സാന്ത്വനപ്പെടുത്തി വിവരങ്ങളൊക്കെ പ്രാർത്ഥിക്കുവാനും പറഞ്ഞിട്ട് ഞാൻ ജോണിയുടെ ഭാര്യയെ വിട്ടു. വാസ്തവം പറഞ്ഞാൽ ഇവിടെ ആയിരങ്ങൾ മുടക്കി സുഖപ്പെടാവുന്നമായിരുന്ന ഒരു രോഗം പെട്ടെന്ന് സുഖപ്പെടുത്തുവാനുള്ള വ്യഗ്രതയിൽ, തത്രപ്പാടിൽ, അമിതമായ ആത്മാഭിമാനത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നാം അത് മറ്റൊരു സ്ഥലത്ത് ചെന്ന് വീണിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വന്നു ആ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക്. ആ രോഗി തന്നെ അത് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഞാനിവിടെ ആരെയും പഴിചാരുകയല്ല എന്നോർക്കണം. നാം പലപ്പോഴും പല കാര്യങ്ങളിലും എടുത്തുചാട്ടം നമുക്ക് കൂടുതലാണ് എന്നോർക്കണം. സംയമന മനോഭാവവും ഡിഫെൻസീവായിട്ട് മനോഭാവം എടുത്ത് പലപ്പോഴും രോഗശാന്തി ശരീരത്തിന് തന്നെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു ശ്രമം ഡോക്ടർമാർ തന്നെ ചെയ്യാറില്ലെന്ന് ഓർക്കണം. എന്ത് രോഗത്തിനും ഉടനെ ഒരു ഔഷധം ചികിത്സ വേണം.
പല രോഗങ്ങളും നമ്മുടെ ശരീരം തന്നെ അതിനോട് അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ആശ്വാസം തരുമെന്ന് ഓർക്കണം. ഒരു ചെറിയ നിസ്സാരമായ പെരിക്കാർഡിൽ എഫ്യൂഷനുള്ള ഒരു പെരിക്കാർഡൈറ്റിസ് വിശ്രമവും ചില ഔഷധങ്ങളും ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും 1-2 ആഴ്ചകൾ കൊണ്ട് ആശ്വാസം ലഭിക്കും. ഒരു 3-ാമത്തെയോ 4-ാമത്തെ ആഴ്ചയിൽ ആ രോഗിക്ക് ജോലിക്ക് പോകാമെന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ അതിന് തുനിയാതെ നമ്മൾ കൂടുതൽ സാങ്കേതിക മികവുള്ള ചികിത്സകളെ അഭയം പ്രാപിച്ച് രോഗത്തിന് പെട്ടെന്ന് ഫലപ്രാപ്തി കിട്ടുവാനുള്ള അത്യാഗ്രഹത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം ഒക്കെ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരു വശത്ത്, മറുവശത്ത് ഇത്തരം രോഗങ്ങളെ തന്നെ വളരെ ഊർജ്ജസ്വലമായി അല്പം ഒരു അമിതമായ ആത്മാഭിമാനത്തോടെ അല്ലെങ്കിൽ കോൺഫിഡൻസോടെ ഒക്കെ ചികിത്സിക്കാൻ വ്യഗ്രത പൂണ്ടു നിൽക്കുന്ന ഡോക്ടർമാർ മറുവശത്ത്. അപ്പോൾ അവരൊക്കെ ചെറുതായി ചികിത്സിച്ച് വാസ്തവം പറഞ്ഞാൽ ചെയ്യേണ്ടത് കൂടുതലായ സാമഗ്രികളോടെ ചികിത്സിക്കുമ്പോൾ അവർക്ക് അതിനുള്ള പ്രയോജനവും ഒരുപക്ഷെ ലഭിക്കാമെന്നോർക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ അതൊക്കെ ചെയ്തു പോകുമ്പോഴുണ്ടാകുന്ന പിഴവ് ഇത് ഒരുപക്ഷെ ഇന്നത്തെ ചികിത്സാ രംഗത്ത് ഉള്ള ഒരു അധാർമികമായ ഒരു നിലപാട് തന്നെ. ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്രിയാത്മകമായിട്ടുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തി ചികിത്സ എപ്പോഴും വേണ്ടടുത്ത് വേണ്ട ചികിത്സയും വേണ്ടാത്തിടത്ത് അത് വേണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള ഒരു ഔന്നത്യം, ബൗദ്ധിക ഔന്നത്യം, വിവേകം ഡോക്ടർമാർ വെച്ച് പുലർത്തി രോഗിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൃത്യമായ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരുവാൻ ഉദ്യമിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ അനായാസകരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തെറ്റായി ചികിത്സ സംവിധാനം ചെയ്യപ്പോഴുണ്ടായ പിഴവിനും സങ്കീർണതകൾക്കും ആര് ഉത്തരം പറയും? സൂചി കൊണ്ടെടുക്കാവുന്നത് തൂമ്പ കൊണ്ടെടുക്കുന്ന ബിഷഗ്വരന്മാർ ഇന്ന് വിരളമല്ല. പലപ്പോഴും ഡോക്ടർമാർ ഇത്തരം ചികിത്സാ രീതികൾക്ക് തുനിയുന്നത് ഒരുപക്ഷെ ധനത്തോടുള്ള അതിമോഹം കൊണ്ടാണോ? കാരണം കൂടുതൽ സാങ്കേതിക മികവുള്ള ഉപകരണങ്ങൾ കൊണ്ട് ചികിത്സ നടത്തിയാലേ പണമൊക്കെ ധാരാളം ലഭിക്കുകയുള്ളൂ എന്ന് നാം ഓർക്കണം. വെറും ബെഡ് റെസ്റ്റും മരുന്നുകളും കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കിയാൽ എങ്ങനെ കൂടുതലൊക്കെ ഈടാക്കുവാൻ പറ്റും? ചികിത്സാ രംഗത്തെ മൂല്യച്യുതി, അധാർമികത അത്രമാത്രം വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ദ്രവ്യാഗ്രഹം മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ്. അത് സകല പാപത്തിനും കാരണമെന്ന് വേദസൂക്തങ്ങൾ വെളിപ്പെടുത്തുന്നു. ദൈവമെന്ന മഹാചികിത്സകൻ്റെ കൃപാകടാക്ഷമില്ലാത്ത വൈദ്യവൃത്തി നടത്തുന്ന ബിഷഗ്വരന്മാരാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ചില ബിഷഗ്വരന്മാർക്ക് അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ചികിത്സയിൽ പിഴവ് സംഭവിക്കാറുണ്ട്. രോഗിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അത് സംബന്ധിക്കുവാൻ അവർ ഒരുമ്പെടാറുമില്ല. പലപ്പോഴും രോഗിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അല്ലെങ്കിൽ തെറ്റായി അവർ വിശദീകരണങ്ങൾ നൽകും. നിസ്സഹായനായ രോഗിക്ക് തലകുനിച്ച് നിൽക്കുവാനേ സാധിക്കുകയുള്ളൂ, നിർവാഹമുള്ളൂ. എമർജൻസി ആയി ചെയ്യേണ്ടി വന്നതുകൊണ്ടോ പരിതസ്ഥിതികളുടെ സമ്മർദ്ദം കൊണ്ടോ അങ്ങനെ സംഭവിച്ചതാണെന്ന് വരുത്തി വയ്ക്കുവാൻ ബിഷഗ്വരന്മാർ ഉദ്യമിക്കുമ്പോൾ രോഗികൾ അസ്തപ്രജ്ഞരാകുന്നു. ഒരു ഡോക്ടർ ചെയ്യുന്ന എല്ലാ ചികിത്സകളും 100% വിജയം കണ്ടെത്തിയെന്ന് വരില്ല. അത് മനുഷ്യ സഹജമാണ്, അതാരും പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ നീതിപൂർവവും സത്യസന്ധവും ആയ ചികിത്സാകർമ്മം നടത്തുവാൻ ഡോക്ടർമാർ ബാധ്യസ്ഥരായിരിക്കുകയാണ്. പരിപാവനമായ ചികിത്സാകർമ്മത്തിൽ ദുരുദ്ദേശങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത്. ദൈവത്തെ മറന്ന് സ്വന്തം കഴിവിലും ഭൗതിക സമ്പത്തിലും ആശ്രയിക്കുന്നവരാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. ജെറമിയ 17:11 നാം വായിക്കുന്നു, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെപ്പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവർ. ജീവിതമധ്യത്തിൽ അതവരെ പിരിഞ്ഞു പോകും, അവസാനം അവർ വിഡ്ഢികളാവുകയും ചെയ്യും.